ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകാം. ഒന്നാമത്തെ ആർട്ടിക്കിൾ നമ്മളുടെ എഡിറ്റോറിയൽ സെഷനിലുള്ള ഒരു ആർട്ടിക്കിളാണ്, ഡേഞ്ചർ ഓഫ് തോട്ട്. അത് മഹാരാഷ്ട്ര സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ എന്ന് പറഞ്ഞൊരു ബില്ല് മഹാരാഷ്ട്ര നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇന്നത്തെ ഈ എഡിറ്റോറിയൽ സെഷനിൽ വന്നിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ന്യൂസ് വാർത്തയിലുണ്ട്. എന്താണ് അതിന്റെ ഒരു ഗതി എന്ന് നമുക്ക് സസൂക്ഷ്മം വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. സോ എന്താണ് ഈ പബ്ലിക് സെക്യൂരിറ്റി ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ക്രിമിനൽ നിയമങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അവകാശം ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനുമുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിനുമുണ്ട്. വിച്ച് മീൻസ് ക്രിമിനൽ ലോസ് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് സെന്റേഴ്സും നിയമങ്ങൾ നിർമ്മിക്കും, സ്റ്റേറ്റുകളും നിയമങ്ങൾ നിർമ്മിക്കും. ഫോർ എക്സാമ്പിൾ, സെന്റർ നിർമ്മിക്കുന്ന ഒരു നിയമത്തിന്റെ പേര് പറഞ്ഞേ CRPC അല്ലെങ്കിൽ IPC ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, സോ കേരളം നിയമിക്കുന്ന ഒരു നിയമത്തിന്റെ പേര് പറഞ്ഞേ ഇപ്പൊ കാപ്പ ആക്ട്, അല്ലെങ്കിൽ വേറെ എക്സൈസ് ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ. എക്സൈസ് സെപ്പറേറ്റ് സബ്ജക്ട് തന്നെയാണ്, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ ക്രിമിനൽ നിയമങ്ങളിൽ ആർക്കൊക്കെ നിയമിക്കാം? സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് എ കൺകറന്റ് സബ്ജക്ട്. അപ്പോ ഇവിടെ നമ്മളുടെ മഹാരാഷ്ട്ര സർക്കാർ പബ്ലിക് സെക്യൂരിറ്റി, സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി എന്ന പേരിൽ പുതിയ ഒരു നിയമം രൂപീകരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റേറ്റിന്റെ ഇന്റഗ്രിറ്റിയും സമാധാനത്തിനൊക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു നിയമമാണ് ഈ പബ്ലിക് സെക്യൂരിറ്റി ബിൽ എന്ന് പറയുന്നത്. ഓക്കെ, മേജർലി അവര് ഉദ്ദേശിച്ചിരിക്കുന്ന ഏരിയ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകൾ ഒരുപാടുള്ള ഏരിയയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നക്സലിസം അല്ലെങ്കിൽ മാവോയിസം എന്ന് പറയുന്നതിന്റെ ഒറിജിൻ എവിടെയായിരുന്നു? നോർത്ത് ഈസ്റ്റിലായിരുന്നു, അല്ലെങ്കിൽ ബംഗാളിലെ നക്സൽബാരി എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് പയ്യെ വിഭജിച്ച് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തി. സോ ഇപ്പോ ഈ നക്സലിസം അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം കുറച്ച് കൂടുതലുള്ള ഒരു സ്ഥലവും ഈ മഹാരാഷ്ട്രയാണ്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ ഈ കർഷക പ്രദേശങ്ങളാണ്. അതായത് മഹാരാഷ്ട്രയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊമിനൻസ് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ മുംബൈ റീജിയനും അല്ലെങ്കിൽ ബോംബെ റീജിയൻ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനും എന്താണ്? കർഷകർ മാത്രം അടങ്ങുന്ന ഒരു സ്ഥലമാണ്. സോ മുംബൈ നഗരം അവിടെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ സാധാരണ കർഷകരാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ നിലം ഒരുപാട് പാട്ടത്തിനെടുത്ത് പണിയെടുക്കുന്ന കർഷകരാണ് അവിടെ ഉള്ളത്. സോ ഇവരുടെ ഇടയിൽ ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം കൂടുകയും അങ്ങനെ ചില പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. പറയുമ്പോൾ എന്ത് പറയും? പറയുമ്പോൾ ഈ നമ്മളുടെ പബ്ലിക് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണെന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ബില്ലിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഇന്നത്തെ ന്യൂസ് പേജിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിൽ മഹാരാഷ്ട്രയുടെ നക്സലിസവുമായി ബന്ധപ്പെട്ടൊരു ന്യൂസ് കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾ പേജ് മറിച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ എന്താണ്, ഞാൻ അതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. എന്താണ് ഈ അർബൻ നക്സലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നഗര നക്സലുകൾ. അർബൻ നക്സലിസം നമ്മളിപ്പോ കേരളത്തിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ഒരുപാട് കേൾക്കുന്ന ഒരു പേരാണ്. എന്താണ് ഈ അർബൻ നക്സലിസം? നമ്മളുടെ സിറ്റിയിൽ ജീവിക്കുന്ന നക്സലുകളെയാണ് അർബൻ നക്സലിസം എന്ന് പറയുന്നത്. അതായത് തോക്കൊക്കെ പിടിച്ചിട്ട് സിറ്റിയിൽ ജീവിക്കുന്ന നക്സലുകളെയാണ് അർബൻ നക്സലിസം എന്ന് പറയുന്നത്. അതൊരു ഇന്റലക്ച്വൽ കോൺസെപ്റ്റ് ആണ് ഈ അർബൻ നക്സലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ, അതായത് ബുദ്ധിജീവികളായിട്ട് നമ്മളുടെ യൂണിവേഴ്സിറ്റികളിലും ഇപ്പൊ JNUവിലൊക്കെയാണ് ഈ പേരുകളൊക്കെ ഒരുപാട് കേൾക്കുന്നത്, അർബൻ നക്സലുകളാണ് എന്നൊക്കെ പറയുന്നത്. അതായത് ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആളുകൾ ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജീസ് കീപ്പ് ചെയ്യുന്ന ആളുകളെയാണ് ഈ അർബൻ നക്സലുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അർബൻ നക്സലുകൾ എന്നതിന്റെ ഒരു ഡെഫിനേഷൻ ഇവർ വിളിക്കുന്ന ആളുകൾ പറയുന്നത് ഇതാണ്: അർബൻ നക്സലുകൾ ഇന്റലക്ച്വൽസ് ആയിരിക്കും അവർ, അതായത് കോളേജ് പ്രൊഫസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വെൽ നോൺ പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കും. അതായത് ഈ ലംപൻ പ്രോലിട്രേറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടല്ലോ, മാർക്സിന്റെ ഏറ്റവും അടിസ്ഥാന വർഗം, വിച്ച് മീൻസ് ഹിസ്റ്ററിയിൽ ഇല്ലാത്തവര്, ചെരുപ്പ് കുത്തുന്നവര്, അല്ലെങ്കിൽ കർഷകര്, ദെൻ ആരാണ്, അങ്ങനെ സാധാരണക്കാരായ ആളുകളെ മാർക്സ് വിളിച്ചിരുന്ന ഒരു പേരാണ് ലംപൻ പ്രോലിട്രേറ്റ് അല്ലെങ്കിൽ പ്രോലിട്രേറ്റ്. സോ അവരല്ലാതെ സമൂഹത്തില് ഉന്നതിയിൽ നിൽക്കുന്നവര് ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങിലേക്ക് ഒരു ചായ്വുള്ളവര്, അവരെന്താ ചെയ്യുന്നത്? അവര് കൊടിയെടുത്ത് തോക്കുമെടുത്തുകൊണ്ട് ആയുധധാരികളായിട്ട് യുദ്ധത്തിന് പോകും, അല്ലെങ്കിൽ
ഈക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുമോ? ഇല്ല. അവർ ചെയ്യുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഇവരെ സഹായിക്കും, പണമായിട്ട് സഹായിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാരാണ്? ഈ അർബൻ നക്സലിസം എന്ന്, അല്ലെങ്കിൽ അർബൻ നക്സലൈറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. സോ ഇതൊരു 21st സെഞ്ചുറി കോയിൻ ചെയ്തൊരു ടേം തന്നെയാണ്. അതായത് 2000-ന് ശേഷമൊക്കെയാണ് ഈ നഗര നക്സലുകൾ എന്ന് പറയുന്ന ഒരു ടേം ഒക്കെ പ്രൊമിനന്റ് ആയിട്ട് വന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ വാർത്താമാധ്യമങ്ങളിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു 2014-ന് ശേഷമാണ് ഇങ്ങനെ ഒരു വാർത്താമാധ്യമങ്ങളിൽ ഈ നഗര നക്സലുകളെ കുറിച്ചിട്ട് കേൾക്കുന്നത്. സോ അങ്ങനെയുള്ളവരെയൊക്കെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ശിക്ഷ കൃത്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പബ്ലിക് സെക്യൂരിറ്റി ബില്ല് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഡീംഡ് dangerous to public order, inciting violence, disrupting communications or encouraging disobedience to established law. മനസ്സിലായോ? ഇപ്പൊ ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൽ നിങ്ങളുടെ മഹാരാഷ്ട്ര സർക്കാരിന് എതിരായിട്ടൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ ഈ ബില്ലില് ബുക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. വിച്ച് മീൻസ് സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബില്ലിൽ ബുക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഈ ആർട്ടിക്കിളും പറയുന്നത്. ഈ ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ ബില്ലിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇത് മിസ്യൂസ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം എന്താണ്? ഇതിന്റെ ഒരു സ്ട്രക്ചർ വെയ്ഗാണ്. അത് ഈ ബില്ലിന്റെ മാത്രം പ്രത്യേകതയല്ല. ഏതൊരു പബ്ലിക് സേഫ്റ്റി ബില്ല് അല്ലെങ്കിൽ ഏതൊരു പബ്ലിക് സെക്യൂരിറ്റി ബില്ല് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴും അത് എന്താ ചെയ്യുന്നത്? അത് വെയ്ഗ് സെൻസിലായിരിക്കും എഴുതിയിരിക്കുന്നത്. കാരണം എന്താണ്? ഏതൊരു സാഹചര്യത്തെയും ഉൾക്കൊള്ളാനായിട്ട് അതിന് സാധിക്കണം. മനസ്സിലായ? അത് ആ ഒരു ബില്ലിന്റെ അല്ലെങ്കിൽ ആ ഒരു ആക്ടിന്റെ പ്രത്യേകതയാണ്. സോ ഇത് മിസ്യൂസ് ചെയ്യപ്പെടാനായിട്ടുള്ള കാരണമുണ്ട്. പിന്നെ എന്താ വേറെ പ്രശ്നം? അതായത് സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു നിയമമുണ്ട്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അല്ലെങ്കിൽ UAPA എന്ന് പറയും. 1967 അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. സോ ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് ടോട്ടലി ഇങ്ങനെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അണ്ടറിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ പോരെ? പുതിയൊരു നിയമത്തിനാണ്. സോ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ഒന്ന് നോക്കി പോകണം. എന്താണ് UAPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ പറഞ്ഞു, രണ്ട് സർക്കാരുകൾക്കും, അതായത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരേ വിഷയത്തിൽ നിയമം പാസ്സാക്കാം. അങ്ങനെ പറയുന്നതിന്റെ പേര് കൺകറന്റ് ലിസ്റ്റ് എന്നാണ്. സോ ക്രിമിനൽ ലോസ് ഒരു കൺകറന്റ് ലിസ്റ്റിലാണ്. ഓക്കെ, സോ അങ്ങനെ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് 1967 ഒരു നിയമം പാസ്സാക്കി. അതിനെയാണ് UAPA ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് പ്രശ്നം പിടിച്ച ഒരു നിയമമാണിത്. കാരണം UAPA ആക്ടിന്റെ അണ്ടറിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് UAPA ആക്ടിന്റെ അണ്ടറിൽ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാമ്യം പോലും കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത കുറവാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല, കൊറോണ കാലത്ത് നമ്മളുടെ കേരളത്തിലെ ഒരു ഫ്രീലാൻസ് ആയിട്ട് മാധ്യമ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ട്. എനിക്ക് പേര് മറന്നുപോയി, സിദ്ദിഖാപ്പൻ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഡൽഹിയിലാണ് മാധ്യമ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം UP-യിൽ വെച്ചിട്ട് UAPA കേസിലകത്തായി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ നിയമ പോരാട്ടം നടത്തുകയും അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുകയും ചെയ്തിട്ട് കോടതി ജാമ്യം അനുവദിച്ചു, ബെയിൽ ഓർഡർ പുറപ്പെടുവിച്ചു. കേട്ടിട്ടുണ്ടോ? സിദ്ദിഖാപ്പൻ എന്ന പേരിൽ ഒരു മാധ്യമ പ്രവർത്തകൻ, കേരളത്തിലെ മാധ്യമ പ്രവർത്തകനായിരുന്നു. സോ ഇത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് UAPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നോർമൽ നിയമം, അതായത് നിങ്ങളൊരു കേസിലകപ്പെട്ടു, അതായത് IPCയുടെ ഒരു കേസിലകപ്പെട്ടു, നിങ്ങൾക്ക് 14 ദിവസമായിരിക്കും റിമാൻഡ് കാലാവധി ഉണ്ടാകുക. അതായത് 14 ദിവസം നിങ്ങളെ റിമാൻഡ് കാലാവധിക്ക് വിടും. പക്ഷേ UAPA കേസിൽ ഇത് നേരെ ഡബിൾ ആകും. 30 days ആയിരിക്കും നിങ്ങൾക്ക് കാലാവധി ഉണ്ടാകുക. ദെൻ നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 30 ദിവസമായിരിക്കും നിങ്ങളുടെ റിമാൻഡ് കാലാവധി ഉണ്ടാകുക. ഓക്കെ, ദെൻ നിങ്ങളെ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നതിന് മുൻപേ 1 മാസം മാത്രമേ, അതായത് 30 ദിവസം മാത്രമേ നിങ്ങൾക്ക് തടവിൽ പാർപ്പിക്കാനായിട്ട് പറ്റുള്ളൂ, വിത്തൗട്ട് ബെയിൽ. അതായത് ജാമ്യം അനുവദിക്കാതെ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നതിന് മുൻപ് 1 മാസം വരെയാണ് നോർമൽ ഉള്ള കേസുകളിൽ തടവിൽ പാർപ്പിക്കാനായിട്ട് സാധിക്കുക. ഇത് 3 മാസമായിട്ട് ഉയരും. ഏത് കേസിൽ? UAPAയുടെ കേസിൽ. മനസ്സിലാക്കുന്നുണ്ടോ? സോ അങ്ങനെ എല്ലാത്തിനും ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ UAPAയിൽ അധികമായിട്ടുണ്ട്. ദെൻ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAPA ചുമത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ,
യു എ പി എ ചുമത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക്, അതായത് നിങ്ങളാണ് നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം. നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ തെളിയിക്കണം യു എ പി എ ആക്ടിൽ. സോ നിങ്ങൾ ജയിലിൽ കിടക്കുന്ന ഒരാളല്ലേ, നിങ്ങൾ എങ്ങനെ അത് തെളിയിക്കാനായിട്ട്? സോ യു എ പി എയിലകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് ഇറങ്ങാനായിട്ട് കുറച്ച് പാടായിരിക്കും. സോ അങ്ങനെയുള്ള കേസുകളിൽ മാത്രമാണ് യു എ പി എ ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ടെററിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ, അല്ലെങ്കിൽ ടെറർ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കേസുകളിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ സെക്യൂരിറ്റിയെ ബ്രീച്ച് ചെയ്യുന്ന രീതിയിലുള്ള കേസുകളിൽ, അങ്ങനെയുള്ള കേസുകളിലാണ് യു എ പി എ പ്രധാനമായിട്ടും ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ മേജർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്, NIA ആണ്. 2008 നമ്മളുടെ മുംബൈ ടെറർ അറ്റാക്കിന് ശേഷം രൂപപ്പെട്ട ഒരു സംഘടനയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. സോ അവരാണ് എന്ത് ചെയ്യുന്നത്? യു എ പി എയുടെ കേസസിൽ പ്രധാനമായിട്ടും ഇൻവെസ്റ്റിഗേഷനുകൾ നടത്തുന്നത്. ഓക്കെ, സോ ഇതാണ് യു എ പി എ ആക്ടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പല ആക്ടുകളും ഇതിനു മുൻപ് ഉണ്ടായിരുന്നു. ഇപ്പോ ടാഡ എന്ന് പറയും, അല്ലെങ്കിൽ പോട്ട എന്ന് പറയും, പ്രിവെൻഷൻ ഓഫ് ടെററിസ്റ്റ് ആക്ട്. അങ്ങനെയുള്ള ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടുകളെ റിപ്പീൽ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടുകൾ റിമൂവ് ചെയ്തിട്ടാണ് ഈ യു എ പി എ എന്ന് പറയുന്ന ആക്ട് വരുന്നത്. അതായത് 1967 യു എ പി എ ആക്ട് ഉണ്ട്. അതിൽ മേജർലി എന്തായിരുന്നു? ഇന്റേണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ നക്സൽബാരി ആക്രമണങ്ങൾ, അല്ലെങ്കിൽ നക്സലിസത്തിന്റെ ആക്രമണങ്ങൾ, അങ്ങനെ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ഇന്റേണൽ സെക്യൂരിറ്റി ബ്രീച്ചുകളെ ആയിരുന്നു അതിൽ അഡ്രസ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ദെൻ നമുക്ക് ടെററിസത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആക്ടുകൾ ഉണ്ടായിരുന്നു. നമ്മളുടെ പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്, പോട്ട ആക്ട്, അല്ലെങ്കിൽ ടാഡ ആക്ട് എന്നൊക്കെ പറയുന്ന ആക്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ നമ്മളുടെ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോൾ, എമർജൻസിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ആക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട്, അല്ലെങ്കിൽ മീസ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ആക്ടുകൾ ഉണ്ടായിരുന്നു. അതിനെ പല ആക്ടുകളും റിമൂവ് ചെയ്ത് പോവുകയും റിപ്പീൽ ചെയ്യുകയും ചെയ്തിട്ട് ഒരു ഒറ്റ ആക്ട് വന്നു. ഏതാണ്? യു എ പി എ ആക്ട്. സോ 2004 ശേഷമാണ് യു എ പി എ ആക്ടില് എന്ത് ചേർക്കുന്നേ? നമ്മളുടെ ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള അമെന്റ്മെന്റുകൾ ചേർക്കുന്നത്. ദെൻ നമ്മളുടെ ടെറർ റിലേറ്റഡ് ആയിട്ട് മണി ലോണ്ടറിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ആഡ് ചെയ്തു പോയി. അതായത് ടെററിസ്റ്റ് ഫിനാൻസിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ കുറിച്ചിട്ട്. സോ അതിന്റെ ഒബ്ലിഗേഷനുകൾ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ മണി ലോണ്ടറിങ് അടക്കമുള്ള കാര്യങ്ങളെ ഈ ഒരു ആക്ടിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, മണി ലോണ്ടറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആക്ടുകൾ ഉണ്ട്. ഇപ്പോൾ ഫെമ ആക്ട്, അങ്ങനെയുള്ള ആക്ടുകൾ. ദെൻ ED പെർട്ടിക്കുലർലി ഈ മണി ലോണ്ടറിങ് തടയുന്നതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സംഘടന ഈ മണി ലോണ്ടറിങ് തടയുന്നതിന് വേണ്ടിയിട്ട് മാത്രം രൂപീകരിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ്. ഓക്കെ, സോ എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഒരു യു എ പി എ ആക്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകാം. രണ്ടാമത്തെ ആർട്ടിക്കിള് സ്വച്ഛ് സർവേക്ഷൺസ് അവാർഡുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഈ സ്വച്ഛ് സർവേക്ഷൻ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഇന്ത്യയിലെ വൃത്തിയുള്ള നഗരങ്ങളിൽ, ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങൾക്ക് നമ്മൾ സ്വച്ഛ് ഭാരത് മിഷന്റെ കീഴിൽ നമ്മൾ റാങ്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഒരു സർവേ നടക്കുന്നുണ്ട്, സ്വച്ഛ് സർവേക്ഷൻ സർവേ. സോ അതുവഴി ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയും ബാക്കിയുള്ള നഗരങ്ങൾക്ക് അതൊരു ബെഞ്ച് മാർക്കാവുകയും വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ള നഗരങ്ങൾ അതിനെ കണ്ടുപഠിക്കുകയും അതേപോലെ ആവുവാനും വേണ്ടിയിട്ട്. ഓക്കെ, സോ അങ്ങനെ ഈ ആർട്ടിക്കിൾ പ്രകാരം പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സർവേ ആണ് എന്തുമായി ബന്ധപ്പെട്ട്? നഗരങ്ങളുടെ വൃത്തിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അർബൻ സാനിറ്റേഷനൊക്കെയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് സർവേ ആണ് ഈ സ്വച്ഛ് സർവേക്ഷൻ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവാർഡുകൾ കൊടുക്കും. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ്? കഴിഞ്ഞ 7-8 വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് കണക്കാക്കുന്നത് ഇൻഡോറിനെയാണ്. മധ്യപ്രദേശിലെ ഇൻഡോറിനെയാണ്. IIM ഇൻഡോർ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡോർ. സോ ആ ഇൻഡോർ നഗരമാണ് ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് മാറിയിരിക്കുന്നത്. സോ പിന്നെ വേറെ വൃത്തിയുള്ള നഗരങ്ങളൊക്കെ ഏതാണ്? കേരളത്തിൽ നിന്ന് എവിടെയെങ്കിലും ഉണ്ടോ? നവി മുംബൈ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് വൃത്തിയുള്ള നഗരങ്ങളുണ്ട്. ഇപ്പൊ നവി മുംബൈ ആയി കഴിഞ്ഞാലും ഇൻഡോർ ആയി കഴിഞ്ഞാലും ഇവരെയെല്ലാം കുറച്ച് നാളുകളായിട്ട് നമ്മൾ വൃത്തിയുള്ള നഗരങ്ങളായിട്ട് തന്നെയാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. ഈ വർഷം സ്വച്ഛ് സർവേക്ഷൻ സർവേ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു. നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ
ഇപ്പൊ ഫസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന നഗരങ്ങളെ നമ്മൾ പിടിച്ചിട്ട് സ്വച്ച് സൂപ്പർ സ്വച്ച് ലീഗ് SSL എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൂട്ടി. അതായത് ഇതുവരെ നിങ്ങൾ ആദ്യം വന്നുകൊണ്ടിരുന്നവരെ അല്ലെങ്കിൽ ഇതുവരെ ഒന്നാമതെത്തി ഉള്ളവരെ സൂപ്പർ സ്വച്ച് ലീഗ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് മാറ്റി. എന്നിട്ട് ബാക്കിയുള്ള നഗരങ്ങൾക്ക്, ഇപ്പൊ അഹമ്മദാബാദ് ആണെങ്കിലും ഭോപ്പാൽ ആണെങ്കിലും അങ്ങനെയുള്ള നഗരങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുത്തു? ഇനി ഒന്നാമതായിട്ട് റാങ്ക് ചെയ്തോളാൻ പറഞ്ഞു. അതായത് ഫോർ എക്സാമ്പിൾ കേരള സിനിമയിൽ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ എല്ലാ വർഷവും മമ്മൂട്ടിക്ക് മോഹൻലാലിന് മാത്രം കൊടുത്തോണ്ടിരുന്നാൽ മതിയോ? പോരാ. അപ്പൊ നമ്മൾ മമ്മൂട്ടി മോഹൻലാലിനെ പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പുതിയ താരങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബാക്കിയുള്ളവർക്ക് അവാർഡ് കൊടുക്കാൻ തുടങ്ങി. സോ ഈ സൂപ്പർ സ്വച്ച് ലീഗ് ഈസ് ലൈക്ക് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ. ഓക്കെ, അപ്പോൾ പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഇൻഡോറിനാണ് ഒന്നാം സ്ഥാനം. 7 പ്രാവശ്യം എന്തോ ഇൻഡോർ ഒന്നാം റാങ്ക് വന്നിട്ടുണ്ട്. സോ അങ്ങനെയുള്ളവരെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് നമ്മൾ സൂപ്പർ സ്വച്ച് ലീഗ് എന്ന് പറഞ്ഞുണ്ടാക്കി. അവർക്ക് അവരുടെ ഇടയിൽ മത്സരിക്കാം. ഓക്കെ, അവർക്ക് ഈ 7 പേര് അല്ലെങ്കിൽ 20 പേര് അടങ്ങുന്ന സൂപ്പർ സ്വച്ച് ലീഗ് ആണെങ്കിൽ ആ 20 പേരുടെ ഇടയിൽ മത്സരിക്കാം. ദെൻ ബാക്കിയുള്ളവരെ റാങ്കിങ്ങിലേക്ക് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്കി ഉള്ള ഈ അർബൻ ലോക്കൽ ബോഡീസിന് അല്ലെങ്കിൽ നഗരങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. സോ അതുവഴി നമ്മുടെ അഹമ്മദാബാദ്, ഇൻഡോർ, അഹമ്മദാബാദ്, ദെൻ നമ്മളുടെ ഒരു നഗരം കൂടി ഉണ്ടല്ലോ അഹമ്മദാബാദ്, ദെൻ ഗുജറാത്തിലെ ഒരു നഗരം കൂടി ഉണ്ട്. അങ്ങനെയുള്ള 1-2 നഗരങ്ങൾ എന്തായി? ഫസ്റ്റ് റാങ്കുകളിലേക്ക് വന്നു. അഹമ്മദാബാദ്, ഭോപ്പാൽ, നമ്മളുടെ മധ്യപ്രദേശിലെ ഭോപ്പാൽ സെക്കൻഡ് റാങ്കുകളിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം നടക്കുന്നത്. പിന്നെ ഈ വർഷം നമ്മൾ ഒരു ചേഞ്ച് കൂടി കൊണ്ടുവത്തി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ നഗരങ്ങളും വലിയ നഗരങ്ങളും ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മളുടെ കൊച്ചി സിറ്റി അല്ലെങ്കിൽ കോഴിക്കോട് സിറ്റി. കോഴിക്കോട് സിറ്റിയും നമ്മളുടെ നവി മുംബൈ അല്ലെങ്കിൽ മുംബൈ നഗരവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. മുംബൈ നഗരം വലിയൊരു നഗരമാണ്. കോഴിക്കോട് സിറ്റി എന്ന് പറഞ്ഞാലോ, കോഴിക്കോട് സിറ്റി ചെറിയൊരു സിറ്റിയാണ്. മനസ്സിലായോ? ചെറുതല്ല, എന്നാലും മുംബൈ നഗരത്തെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു സിറ്റിയാണ്. സോ അപ്പോൾ ഒരു ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 5 കാറ്റഗറിയിൽ ഈ സിറ്റീസിനെ ഡിവൈഡ് ചെയ്തു. വെരി സ്മോൾ സിറ്റീസ്, മീഡിയം സിറ്റീസ്, ബിഗ് സിറ്റീസ് ആൻഡ് മില്യൺ പ്ലസ് സിറ്റീസ്. ഇങ്ങനെ 5 കാറ്റഗറിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തു. അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, മനസ്സിലൊന്ന് ഓർത്തിരിക്കുക എന്ന് മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനായിട്ടുള്ളൂ. സോ കേട്ടിരിക്കുക, എഴുതിയൊന്നും എടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ 5 സിറ്റീസിൽ നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഇക്വാലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. സോ ഇവർ മത്സരിക്കുന്നത്, ഇപ്പൊ മില്യൺ പ്ലസ് സിറ്റീസ് മത്സരിക്കുന്നത് ബാക്കിയുള്ള മില്യൺ പ്ലസ് സിറ്റീസിലോടായിരിക്കും. മനസ്സിലായോ? സ്മോൾ സിറ്റീസ് മത്സരിക്കുന്നത് സ്മോൾ സിറ്റീസിനോടായിരിക്കും. കാരണം 20,000 മുതൽ 50,000 വരെ പോപ്പുലേഷൻ ഉള്ള ചെറിയ സിറ്റീസിലോടായിരിക്കും ഇവർ മത്സരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓരോന്നിലും റാങ്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ദെൻ ഡിഫറെന്റ് ക്രൈറ്റീരിയാസിന്റെ അണ്ടറിൽ സ്വച്ഛ് സർവേക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കും. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, അങ്ങനെ ഡിഫറെന്റ് ടൈറ്റിലുകൾ കൂടിയിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ വേറെ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു? അതായത് നമ്മളുടെ ഗംഗ ഒഴുകുന്ന വഴിയിലുള്ള ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ്? പ്രയാഗ്രാജ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തു. മഹാകുംഭ് 2025 നടന്ന പ്രയാഗ്രാജ് ആയിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ദെൻ ഈ വേറെ എന്താ ഇതിൽ പറയാനായിട്ടുള്ളത്? സോ കേരളത്തിൽ നിന്ന് എത്ര സിറ്റീസ് ഉണ്ട്? കേരളത്തിൽ നിന്ന് ഒരുപാട് സിറ്റീസ് ഉണ്ട്. നമ്മളുടെ പ്രധാനപ്പെട്ട കോഴിക്കോടാണെങ്കിലും കൊല്ലമാണെങ്കിലും കൊച്ചി ആണെങ്കിലും, കൊച്ചിക്ക് എനിക്ക് തോന്നുന്നു 50ാമത്തെ സ്ഥാനമാണ്. 18ഓളം സിറ്റീസ് ആദ്യ 100 റാങ്കുകൾക്കുള്ളിൽ കേരളത്തിൽ ഇടം പിടിച്ചിട്ടുള്ള സിറ്റികളാണ്. ഓക്കെ, എന്താണ് ഇതിന്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിറ്റികളെ റാങ്ക് ചെയ്യുന്നത്? 78 സിറ്റീസിനെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു 78 സിറ്റീസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. കാരണം എന്താ? കാരണം ഒരു പ്രാവശ്യം ഇതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ലൈബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. വൃത്തിയുള്ള നഗരം എന്നുള്ള പേര് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. പണ്ട് നിങ്ങൾ പറയും പഠിപ്പി എന്ന് പറയുന്ന ഒരു പേര് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഷ്ടപ്പെടും എന്നൊക്കെ ചിലർ പറയാറുണ്ട്. സോ അത് തന്നെയാണ്, വൃത്തിയുള്ള നഗരം എന്ന് പറഞ്ഞൊരു പേര് വീണ് കഴിഞ്ഞാൽ പിന്നെ എന്തിലും വൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൃത്തികേടായിട്ട് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ വാർത്ത വരും. അത് ഗവൺമെന്റിന് നാണക്കേടാണ്. കാരണം വൃത്തിയുള്ള നഗരത്തിൽ ഇവിടെ വൃത്തികേടായി കിടക്കുന്നു എന്നൊരു മാധ്യമ വാർത്ത വന്നു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന് തന്നെ നാണക്കേടാണ്. സോ ദാറ്റ്സ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം.
മനസ്സിലായി. സോ അങ്ങനെയുള്ള പോസിറ്റീവ് ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 78ഓളം നഗരങ്ങളെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഈ ഒരു സെക്കൻഡ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകാം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ഇൻ ദിസ് ഡിസ്കഷൻ. ക്യാൻ പ്രസിഡൻഷ്യൽ റെഫറൻസ് ചേഞ്ച് എ ജഡ്ജ്മെന്റ്? ഏത് ജഡ്ജ്മെന്റിനെയാണ് പ്രസിഡൻഷ്യൽ റെഫറൻസ് ചേഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ പ്രസിഡൻഷ്യൽ റെഫറൻസ്? എന്തിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്? അത് ആദ്യം പറയണമല്ലോ. നമ്മൾ എന്തിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്? വലിയ കാര്യമായിട്ട് പ്രസിഡൻഷ്യൽ റെഫറൻസ് ചേഞ്ച് ജഡ്ജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് കേന്ദ്രവും അല്ലെങ്കിൽ സംസ്ഥാനവും ഗവർണറും തമ്മിൽ പോരാണെന്ന് നമുക്കറിയാലോ. തമിഴ്നാട്ടിലുണ്ട് ഈ പ്രശ്നം, നമ്മളുടെ കേരളത്തിലുണ്ട് ഈ പ്രശ്നം. ദെൻ പ്രതിപക്ഷം ഭരിക്കുന്ന, അതായത് സെന്റർ ഭരിക്കുന്ന BJP-യുടെ പ്രതിപക്ഷമായിട്ട് ഇരിക്കുന്ന പല സ്ഥലങ്ങളിലും, ഫോർ എക്സാമ്പിൾ വെസ്റ്റ് ബംഗാൾ, അങ്ങനെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഗവർണർ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ഒരു ക്ലാഷ് നടക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ഈ ക്ലാഷ്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് പാസ്സാക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ലിന്റെ മേലെ അവര് അടയിരിക്കുന്നു. അവര് അതിന്റെ മീതെ കയറിയിരുന്നിട്ട് അത് പാസ്സാക്കി വിടുന്നില്ല. തമിഴ്നാട്ടില് 3 വർഷം വരെ പാസ്സാവാത്ത ബില്ലുകൾ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ദെൻ തമിഴ്നാട് കോടതിയിൽ പോയി. കേസ് ലോ ഏതാണ്? കേസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് തമിഴ്നാടു വെസസ് ഗവർണർ ഓഫ് തമിഴ്നാടു. 2023 അവർ കേസിന് പോയി. ആ കേസിൽ എന്ത് പറഞ്ഞു? ആ കേസിൽ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ അനിശ്ചിത കാലത്തേക്ക് ഒരു ബില്ലിന്റെ മേലെ കയറി അടയിരിക്കുന്നത് തെറ്റാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരു ബില്ലിന്റെ മീതെ കയറിയിരിക്കാനായിട്ട് പറ്റില്ല. പകരം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ 3 മാസത്തിനുള്ളിൽ, അതായത് നിങ്ങൾ 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ബില്ല് പാസ്സാക്കണം. ഇൻ കേസ് 3 മാസത്തിനുള്ളിൽ ബില്ല് പാസ്സായില്ലെങ്കിൽ, എല്ലാ പ്രക്രിയകളും കഴിഞ്ഞിട്ട് 3 മാസത്തിനുള്ളിൽ നിങ്ങൾ അസെന്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ബില്ല് പാസ്സായതായിട്ട് കണക്കാക്കും. ഇറ്റ്സ് ഡീംഡ് ടു ബി പാസ്ഡ് ബൈ ദ ഗവർണർ. എന്നിട്ട് ആ ബില്ല് ആക്ട് ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മളുടെ പ്രസിഡന്റ്, ഇന്ത്യയുടെ പ്രസിഡന്റ് നമ്മളുടെ ദ്രൗപദി മുർമു നമ്മളുടെ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ അഡ്വൈസ് സീക്ക് ചെയ്യുന്നത്. സോ സുപ്രീം കോടതിക്ക് ഒരു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിനോട് നമുക്ക് പ്രസിഡന്റിന് അഡ്വൈസ് ചോദിക്കാം ചില കാര്യങ്ങൾ. ആ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 143. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡന്റ് ആരോട് അഡ്വൈസ് ചോദിച്ചു? സുപ്രീം കോടതിയോട് അഡ്വൈസ് ചോദിച്ചു. സുപ്രീം കോടതി ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഇതിന്റെ ഒരു കോപ്പി അയച്ചു കൊടുത്തു. സോ അതാണ് ഇതുവരെയുള്ള കഥ. മനസ്സിലാവുന്നുണ്ടോ? സോ എവിടെ നിന്ന് ഈ പ്രശ്നം തുടങ്ങി? സംസ്ഥാനങ്ങളും ഗവർണറുകളും തമ്മിലുള്ള പ്രശ്നം. സോ ആര് കോടതിയിൽ പോയി? തമിഴ്നാട് കോടതിയിൽ പോയി. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം വരുന്നതും ഇതുവരെയുള്ള കഥ. നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അതായത് ആർട്ടിക്കിൾ 200-ഉം 201-ഉം പ്രകാരവുമാണ് ഒരു ഗവർണർ ഒരു നിയമത്തെ ഒപ്പിടുന്നത്. എങ്ങനെയാണ് ഒരു ബില്ല് നിയമമാവുന്നത്? നിയമം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് ഒരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. നിയമസഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കും. ഇതാണ് ബില്ല് എന്ന് വിചാരിക്കുക. ബില്ല് 2 സഭകളും ചർച്ച ചെയ്യും. ഒരു സഭ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ബൈക്യാമറൽ ലെജിസ്ലേഷൻ ഇല്ലെങ്കിൽ ഒരു സഭയിൽ, അതായത് കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അത് ഗവർണറിന് അയക്കും. ഗവർണർക്ക് ഒപ്പിടാൻ വേണ്ടി അയക്കും. ഗവർണർക്ക് അവിടെ 4 കാര്യങ്ങൾ ചെയ്യാം. 4 കാര്യങ്ങൾ ചെയ്യാം. അത് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 200, ആർട്ടിക്കിൾ 200 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 200-ൽ എന്താ പറയുന്നത്? ദ ഗവർണർ മേ അസൈൻ ദ ബിൽ, അല്ലെങ്കിൽ ഗവർണർ സൈൻ ചെയ്യും. ആൻഡ് ദ ബിൽ ബിക്കം ആൻ ആക്ട്. ഒന്നാമത്തെ കാര്യം, ഗവർണറിന് സൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഗവർണർ അസന്റ് വിത്ത്ഹോൾഡ് ചെയ്യും. വിത്ത്ഹോൾഡിംഗ് ദ അസറ്റ്. ഓക്കെ, വിത്ത്ഹോൾഡിംഗ് ദ അസറ്റ്. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം, ഈ ബില്ല് വീണ്ടും നിയമസഭയിൽ ചർച്ച ചെയ്യാനായിട്ട് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഗവർണറിന് തിരിച്ചയക്കാം. മൂന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ 4-ാമത്തെ കാര്യം എന്ത് ചെയ്യും? ഗവർണറിന് ഈ ബില്ല് പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 4 കാര്യങ്ങൾ ചെയ്യാം. ഗവർണർ മേ അസെന്റ് ദ ബിൽ ആൻഡ് ദ ബിൽ ബിക്കം ആൻ ആക്ട്.
ഓർ വിത്ത് ഹോൾഡിംഗ് ദിസ് ആസെറ്റ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ചയക്കും. എന്തിനു വേണ്ടിയിട്ട്? റീകൺസിഡറേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓൺ ദ ബിൽ, അല്ലെങ്കിൽ റിസർവ് ഫോർ ദ പ്രസിഡന്റ് ടു അസെന്റ് ഓർ ഡിക്ലൈൻ. ഒന്നില്ലെങ്കിൽ അസെന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൽ തീരുമാനം എടുക്കാനായിട്ട് ആർക്ക് കൊടുക്കും? നമ്മളുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് റിസർവ് ചെയ്ത് വെക്കും. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, 3 വീറ്റോ പവേഴ്സ് നമുക്കുണ്ട് എന്നുള്ളത്. ഏതൊക്കെയായിരുന്നു ആ വീറ്റോ പവേഴ്സ്? ഓർക്കുന്നുണ്ടോ? നോക്കട്ടെ, ഏതൊക്കെയാണ് നമ്മളുടെ വീറ്റോ പവേഴ്സ് ഉണ്ടായിരുന്നത്? ഒന്ന്, അബ്സല്യൂട്ട് വീറ്റോ, അതായത് വിത്ത് ഹോൾഡ് ദ അസെന്റ് ഒപ്പിടാണ്ട് അവിടെ വെക്കും, ബില്ല് അവിടെ എൻഡ് ആകും. അതിനെന്താ പറയുന്നത്? അബ്സല്യൂട്ട് വീറ്റോ. ദെൻ സസ്പെൻസീവ് വീറ്റോ എന്താണ്? തിരിച്ചയക്കും. മനസ്സിലായോ? അതായത് പാർലമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റീകൺസിഡറേഷന് വേണ്ടിയിട്ട് ഈ ബില്ല് തിരിച്ചയക്കും. അതിനെന്താ പേര് പറയുന്നത്? സസ്പെൻസീവ് വീറ്റോ. ദെൻ പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമ്മുടെ ഡിസ്കഷൻ പോക്കറ്റ് വീറ്റോനെ കുറിച്ചിട്ടായിരുന്നു. എന്താണ് പോക്കറ്റ് വീറ്റോ? അതായത് പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭകൾക്ക്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കാണെങ്കിലും പാർലമെന്റിനായി കഴിഞ്ഞാലും ഒരു നിയമം പാസ്സാക്കി വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റും നമ്മളുടെ ഗവർണറും എത്ര ദിവസത്തിനുള്ളിൽ അതിൽ അസെന്റ് ചെയ്യണം എന്ന് ഒരു നിയമം പ്രതിപാദിക്കുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷനിലായിക്കോട്ടെ, വേറെ ഏത് നിയമങ്ങളിലായിക്കോട്ടെ, അങ്ങനെ ഒരു ടൈം ലിമിറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടില്ല. സോ അതിൽ നിന്ന് നമ്മൾ ഇംപ്ലിക്കേറ്റ് ചെയ്തെടുത്ത ഒരു വീറ്റോ പവർ ആണ് ഈ പോക്കറ്റ് വീറ്റോ പവർ. സോ നമ്മളുടെ ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ അതിന് മീതെ അടയിരിക്കാനായിട്ട് പോക്കറ്റിൽ ഇട്ട് വെക്കും. ഓക്കെ, പോക്കറ്റിൽ ഇങ്ങനെ ഇട്ട് വെക്കും, അവരുടെ പോക്കറ്റിൽ ഇങ്ങനെ കിടക്കും. അതിനെയാണ് പോക്കറ്റ് വീറ്റോ. പോക്കറ്റിൽ ഇടുന്നതുകൊണ്ടല്ല പോക്കറ്റ് വീറ്റോ എന്ന് വിളിക്കുന്നത്. അതായത് ടൈം ലിമിറ്റ് ഇല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ടൈം ലിമിറ്റ് അവിടെ ഇല്ല. ഒരു ബില്ല് അസെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് അവിടെ ഇല്ല. സോ ദാറ്റ് മീൻസ് ഇന്ത്യൻ ഗവർണർ ആൻഡ് ദ പ്രസിഡന്റ് ഹാവ് എ പോക്കറ്റ് വീറ്റോ. ഇത്രയും വരെ ഓക്കെ ആണല്ലോ. സോ ആർട്ടിക്കിൾ 200 നിങ്ങൾക്ക് കറക്റ്റായി. ദെൻ 201 പറയുന്നത് 2 കാര്യങ്ങൾ ചെയ്യാം. അതായത് ഒരു ബില്ല് ഗവർണർ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റിനും 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ബില്ല് അസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ബില്ലിൽ ഒപ്പിട്ട് അത് നിയമമാക്കി മാറ്റാം. രണ്ടാമത്തെ കാര്യം അത് റീകൺസിഡറേഷന് വേണ്ടിയിട്ട് തിരിച്ചയക്കാം. അല്ലെങ്കിൽ അത് വിത്ത് ഹോൾഡ് ചെയ്യാം. ഇങ്ങനെ 3 കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ചെയ്തതുപോലെ തന്നെ ഗവർണർ ചെയ്തതുപോലെ തന്നെ 3 കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അൺലെസ് ഇറ്റ് ഈസ് എ മണി ബിൽ അല്ലാത്തൊരു പക്ഷം ഈ 3 കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ വേറെ എന്താണ് അവിടെ പ്രത്യേകത? ഒരു പ്രാവശ്യം ഗവർണർ നമ്മളുടെ പ്രസിഡന്റിന്റെ റീകൺസിഡറേഷന് വേണ്ടി അയച്ച ബില്ല് അവര് തിരിച്ചയച്ചു. അതായത് പ്രസിഡന്റ് സംസ്ഥാന സർക്കാരിന് തിരിച്ചയച്ചു. ദെൻ വീണ്ടും നമ്മൾ ആ ബില്ല് തിരിച്ചയക്കുമ്പോൾ, അതായത് വീണ്ടും ബില്ലിൽ ഒപ്പിടേണ്ടത് ആരാണ്? വീണ്ടും അത് പ്രസിഡന്റിന്റെ അടുത്തേക്കാണ് പോവുക. ദെൻ നമ്മളുടെ ഗവർണറിന്റെ പവർ അവിടെ കുറയുകയാണ്. ആക്ച്വലി റീകൺസിഡറേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രസിഡന്റിന് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് തിരിച്ചു വന്നിട്ട് വീണ്ടും അത് ഒപ്പിടേണ്ടത് ആരാണ്? പ്രസിഡന്റ് തന്നെയായിരിക്കണം ഒപ്പിടേണ്ടത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാണ് ഇപ്പോഴുണ്ടായിരുന്ന സിറ്റുവേഷൻ. എങ്ങനെ? ആർട്ടിക്കിൾ 200, 201. തമിഴ്നാട്ടില് RN രവി എന്ന് പറയുന്ന മുൻ IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള ആള് എന്തായി? ഗവർണറായിട്ട് വരികയും അവിടെ ഭരണത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. കാരണം ഇദ്ദേഹം ഒരു ആക്ടും ഒപ്പിടുന്നില്ല. ദെൻ ഇറ്റ്സ് ക്രിയേറ്റ്സ് എ ഗവർണൻസ് പ്രോബ്ലം. കോടതിയിലേക്ക് പോയി ഗവൺമെന്റ്. ആര്? തമിഴ്നാട് സർക്കാരിന്റെ ഗവൺമെന്റ്. അവിടെ എന്ത് പറഞ്ഞു? 3 മാസത്തിനുള്ളിൽ ഒപ്പിട്ടോളണം. സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ പ്രസിഡന്റ് 14 ചോദ്യങ്ങൾ സുപ്രീം കോടതിയോട് ചോദിച്ചു. ഏത് പവർ യൂസ് ചെയ്തുകൊണ്ട്? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോടതിന്റെ ആർട്ടിക്കിൾ 143 പ്രകാരം, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ പ്രകാരം 14 ചോദ്യങ്ങൾ ആരോട് ചോദിച്ചു? സുപ്രീം കോടതിയോട് ചോദിച്ചു. സുപ്രീം കോടതി എല്ലാവരെയും ചോദ്യം ചെയ്യുന്നവർ, അവരെ ചോദ്യം ചെയ്യാനായിട്ടും ആളോ അങ്ങനെ ചോദ്യം ചെയ്യാനായിട്ട് പറ്റും. സുപ്രീം കോടതിക്ക് ഡിഫറെന്റ് ജൂറിസ്ഡിക്ഷനുകളുണ്ട്. വിച്ച് മീൻസ് അതിന് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അതായത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കേസ് കേൾക്കാനായിട്ടുള്ള അധികാരം. അതായത് സംസ്ഥാനങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തമ്മിലോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്കാണ് ആ കേസുകളിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. സോ അധികാര പരിധിയുള്ളത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ദെൻ വേറെ എന്തൊക്കെ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്?
അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉണ്ട് സുപ്രീം കോടതിക്ക്. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു കേസ് ഇപ്പൊ കീഴ്ക്കോടതിയിൽ, കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് നടന്നു. ആ കേസിന്റെ മേലെ അപ്പീൽ പോകാനായിട്ട് പറ്റൂല നമ്മുടെ സുപ്രീം കോടതിക്ക്. മനസ്സിലായോ? സോ ഒറിജിനൽ ആയിട്ട് ആ കേസ് നടന്നത് കേരള ഹൈക്കോടതിയിലാണ്, അല്ലെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്ട് കോടതിയിലാണ്, അല്ലെങ്കിൽ മുനിസിഫ് കോടതിയിലാണ്. അങ്ങനെയുള്ള ഡിഫറെന്റ് കേസുകൾ അപ്പീലായിട്ട് എവിടേക്ക് ചെല്ലാം? സുപ്രീം കോടതിയിലേക്ക് ചെല്ലാം. ആ അധികാരത്തെ പറയുന്ന പേരാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. ഓക്കെ, ദെൻ വേറെ എന്തൊക്കെ ജൂറിസ്ഡിക്ഷനുകളുണ്ട്? റിട്ട് ജൂറിസ്ഡിക്ഷനുകളുണ്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ് പ്രമാണിച്ച് ആർട്ടിക്കിൾ 32 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റുകൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് റിട്ട് ജൂറിസ്ഡിക്ഷൻ ആർക്കുണ്ട്? നമ്മളുടെ സുപ്രീം കോടതിക്കുണ്ട്. എന്തൊക്കെ റിട്ടുകൾ? ഇപ്പൊ ഹേബിയസ് കോർപ്പസ് ആണെങ്കിലും മാൻഡമസ് ആണെങ്കിലും സെർഷ്യറി ആണെങ്കിലും അങ്ങനെയുള്ള റിട്ടുകൾ അവർക്ക് പുറപ്പെടുവിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. ആർക്ക്? സുപ്രീം കോടതിക്ക്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ജൂറിസ്ഡിക്ഷൻ ആണ് ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 143. സോ 143 ഉള്ള അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ പ്രകാരം നമ്മളുടെ പ്രസിഡന്റിന് സുപ്രീം കോടതിക്ക് എന്തൊക്കെ ലോ റിലേറ്റഡ് ടു ലോ ആൻഡ് ഫാക്ട്, അങ്ങനെ 2 കാര്യങ്ങളിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അഡ്വൈസ് ചോദിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഈ പ്രാവശ്യം ആര് അഡ്വൈസ് ചോദിച്ചത്? പ്രസിഡന്റ് അഡ്വൈസ് ചോദിച്ചതാണ് ഈ 14 ചോദ്യങ്ങൾ. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓപ്ഷൻസ് ബിഫോർ എ ഗവർണർ വെൻ എ ബിൽ ഈസ് പ്രസന്റഡ് ടു ഹിം ഇൻ ആർട്ടിക്കിൾ 200. അതായത് ഒരു ഗവർണറിന്റെ മുന്നിൽ ആർട്ടിക്കിൾ 200 പ്രകാരം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബില്ല് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്ഷനുകൾ ഉണ്ട്? അതായത് ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോടതി അതായത് ഗവർണറിനും പ്രസിഡന്റിനും കുറെ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ ആർട്ടിക്കിൾ 200 201 പ്രകാരം. ഈ ബില്ല് എന്ന് പറയുന്നത് ഒരു ഡ്രാഫ്റ്റിംഗ് സ്റ്റേജിലിരിക്കുന്ന ഒരു കാര്യമല്ലേ, ഇതുവരെ നിയമമായിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അതിൽ അധികാരം പറയാനായിട്ട് പറ്റുമോ? അതായത് ഈ 3 മാസം എന്നുള്ളൊരു ലിമിറ്റ് പറയാനായിട്ട് ആർക്ക് പറ്റുമോ? സുപ്രീം കോടതിക്ക് എന്ത് വഴിയാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് എങ്ങനെ അത് പറ്റും എന്നാണ് നമ്മളുടെ പ്രസിഡന്റ് അഡ്വൈസറി ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അതായത് ഡീംഡ് ചെയ്യും. അതായത് 3 മാസത്തിനുള്ളിൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ലോ ഡീംഡ് പാസ്ഡ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. സോ അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു മേജർ കണ്ടന്റ്. ദെൻ അങ്ങനെയുള്ള ഒരുപാട് ലീഗൽ പ്രോബ്ലംസ് ആര് ചോദിച്ചിട്ടുണ്ട്? നമ്മളുടെ പ്രസിഡന്റ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ആർട്ടിക്കിൾ 142 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ജസ്റ്റിസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവകാശങ്ങൾ ഏറ്റവും നീതിക്ക് വേണ്ടിയിട്ട്, തുല്യ നീതിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിക്ക് ഏത് കേസും സ്വന്തം കേസായിട്ട് പരിഗണിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞു. ഏത് കേസിന്റെ എപ്പോഴാ പറഞ്ഞേ? മാധേയി റിവർ കേസിന്റെ റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞു. അതായത് വാട്ടർ ഡിസ്പ്യൂട്ടുകളിൽ, ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ടുകളിൽ അപ്പീലില്ല എന്ന് ഞാൻ പറയുന്നത് ഓർക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 142 പ്രകാരം എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു? കംപ്ലീറ്റ് ജസ്റ്റിസിന് വേണ്ടിയിട്ട്, പൂർണ്ണ നീതിക്ക് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാം? അത് സ്വന്തം കേസായിട്ട് പരിഗണിക്കാം. സോ ഈ ആർട്ടിക്കിൾ 142 ലിമിറ്റില് ഈ ആർട്ടിക്കിൾ 200 201, അതായത് പ്രസിഡന്റിന്റെ അസെന്റ് ചെയ്യാനായിട്ടുള്ള അധികാരവും ഗവർണറിന്റെ അസെന്റ് ചെയ്യാനായിട്ടുള്ള അധികാരവും വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആര് ചോദിച്ചു? നമ്മളുടെ സുപ്രീം കോടതി ആരോട് ചോദിച്ചു? പ്രസിഡന്റിനോട് ചോദിച്ചു. ഓക്കെ ആണോ? സോ എന്താണ് ഈ ആർട്ടിക്കിൾ 143 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ നമ്മളൊരു ഇത് കൊടുക്കുക? അതായത് ക്വസ്റ്റ്യൻസ് ഓഫ് ലോ ഓർ ഫാക്ട് ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഓർ ഫാക്ട്, നിയമത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുതയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലാണ് ഇങ്ങനെയുള്ള അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ പ്രഖ്യാപിക്കുന്നത്. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ 2 തരത്തിലുണ്ട്. അതായത് സുപ്രീം കോടതി തീർച്ചയായിട്ടും ഉത്തരം കൊടുക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. ദെൻ സുപ്രീം കോടതിക്ക് ആവശ്യമെങ്കിൽ മാത്രം, അതായത് നമ്മളുടെ പ്രസിഡന്റ് ഒരു അഡ്വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി എന്തായാലും ഉത്തരം കൊടുക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ അഡ്വൈസ് ചെയ്യുന്നില്ല എന്ന് റെഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭമുണ്ട്. അതാണ് ആർട്ടിക്കിൾ 143 സബ് ക്ലോസ് 1ലും ആർട്ടിക്കിൾ 143 സബ് ക്ലോസ് 2ലും പറയുന്നത്. So, President may refer question of law or fact of public importance that have arisen or may arise. അതായത് സുപ്രീം കോടതിക്ക്
നമ്മളുടെ എന്താണ് പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കവനൻസുമായി ബന്ധപ്പെട്ട്, അതായത് സുപ്രീം കോടതി വരുന്നതിന് മുൻപേയും അല്ലെങ്കിൽ പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുൻപേ ഉള്ള ട്രീറ്റുകൾ ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ ഐ പി സി എന്നാണ് ഫോം ചെയ്തത്? ഐ പി സി 1861 ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോർഡ് മെക്കാലയാണ് ഫോം ചെയ്തത്. സോ ഐ പി സി റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ളൊരു നിയമമല്ലേ? സോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, എന്തെങ്കിലും ഒരു അഡ്വൈസ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തരില്ല എന്ന് പറയാനായിട്ട്, ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നില്ല, നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോ എന്ന് പ്രസിഡന്റിനോട് പറയാനായിട്ട് ആർക്ക് പറ്റില്ല? നമ്മളുടെ സുപ്രീം കോടതികൾക്ക് പറ്റില്ല. സോ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ കമ്പൽസറി ആയിരിക്കുന്ന സന്ദർഭങ്ങൾ എപ്പോഴാണ്? പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റീസ്, ലോ, ദെൻ ഇന്റർനാഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ലോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സജഷൻ അല്ലെങ്കിൽ അഡ്വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി തീർച്ചയായിട്ടും അഡ്വൈസ് കൊടുക്കണം. അല്ലാത്ത സന്ദർഭങ്ങളിൽ കോർട്ട് മേ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അഡ്വൈസ് കൊടുത്താൽ മതി. ഓക്കെ. സോ കോർട്ടിന് തോന്നുകയാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ അഡ്വൈസ് പറയണ്ട എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റി അല്ലാത്തൊരു ഭാഗത്തിൽ, അല്ലെങ്കിൽ ഇതിന് മുന്നേ നിലനിന്നുള്ള ലോകളും ട്രീറ്റീസും അല്ലാത്തൊരു ഭാഗങ്ങളിൽ എന്ത് ചെയ്യാം? അവിടെ അഡ്വൈസ് കൊടുക്കാതിരിക്കാം. അങ്ങനെ അഡ്വൈസ് കൊടുക്കാതിരുന്ന ഒരു സന്ദർഭമുണ്ട്. അതായത് 1991 നമ്മളുടെ ബാബറി മസ്ജിദ് ഡിമോളിഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രശ്നങ്ങളിൽ ഇതുപോലെ പ്രസിഡന്റ് ഒരു അഡ്വൈസ് ചോദിച്ചു. ആരോട്? സുപ്രീം കോടതിയോട്. സുപ്രീം കോടതി പറഞ്ഞു ഈ കേസിൽ ഞങ്ങൾ അഡ്വൈസ് തരുന്നില്ല, കാരണം ഇത് പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടോ അങ്ങനെയുള്ള ഒരു കേസ് അല്ല. സോ അതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ അഭിപ്രായം പറയാനായിട്ട് സാധിക്കില്ല എന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്ന് പറഞ്ഞു. ഓക്കെ. സോ അങ്ങനെ അഡ്വൈസ് കൊടുത്തതും കൊടുക്കാത്തതുമായിട്ടുള്ള ലോകളുണ്ട്. ദെൻ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തില് നമ്മളുടെ 1957 ഒരു എഡ്യൂക്കേഷൻ ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ വിമോചന സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ആക്ട് മുന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും, അതായത് നമ്മളുടെ എല്ലാവർക്കും വിദ്യാഭ്യാസം, ദെൻ എല്ലാ എംപ്ലോയീസിനെയും നമ്മുടെ സ്റ്റേറ്റ് നിയമിക്കണം എന്നുള്ളത്, അതായത് എയ്ഡഡ് സ്കൂളുകളും അങ്ങനെയുള്ള സ്കൂളുകളെല്ലാം എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് 1957 ആക്ട് വന്നല്ലോ. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ബിൽ 1957 അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു EMS മന്ത്രിസഭ. അതിനെതിരെ ശക്തമായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരുകൾ വിമോചന സമരം നയിക്കുകയും അത് പിന്നീട് ആ ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ അവിടെയും ഈ ഒരു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആര് ചോദിച്ചു? പ്രസിഡന്റ് സുപ്രീം കോടതിയോട് ചോദിച്ചു. ദെൻ ഫോർ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെറുവാരി യൂണിയൻ കേസ്. ബെറുവാരി യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പാകിസ്ഥാൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു. അവിടെ നമ്മളുടെ കുറച്ച് എൻക്ലേവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് കയറി കിടക്കുന്ന ചില പാകിസ്ഥാൻ ടെറിട്ടറിയെയാണ്, അന്നത്തെ പാകിസ്ഥാൻ ടെറിട്ടറിയെയാണ് എൻക്ലേവുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിന്റെ ടെറിട്ടറി നമ്മളുടെ സ്ഥലത്തേക്ക് കയറി കിടക്കുന്നുണ്ടാവും. സോ അങ്ങനെ ഒരു ടെറിട്ടറി ആയിരുന്നു ഈ ബെറുബാരി യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ തിരിച്ചു കൊടുക്കാനായിട്ട് പോയി. ആർക്ക്? നമ്മളുടെ അയൽ രാജ്യത്തിന്. ഓക്കെ. സോ അതുമായി ബന്ധപ്പെട്ട കേസാണ് ഈ ബെറുബാരി യൂണിയൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആ കേസ് വന്ന സിറ്റുവേഷനിലും ആ കേസ് വന്ന സന്ദർഭങ്ങളിലും നമ്മൾ എന്ത് ചെയ്തു? പ്രസിഡന്റ് നമ്മളുടെ സുപ്രീം കോടതിയുമായിട്ട് അഡ്വൈസ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള കേസുകളിലെല്ലാം സുപ്രീം കോടതി അഡ്വൈസ് ചെയ്യും. അഡ്വൈസ് ചെയ്യാതെ ഇരിക്കാനായിട്ടും സാധ്യതയുണ്ട്. പിന്നീട് ഒരു കാര്യം, ഈ അഡ്വൈസ് ബൈൻഡിങ് ആണോ? അതായത് സുപ്രീം കോടതി ഒരു അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രസിഡന്റ് അത് എന്തായാലും പാലിച്ചിരിക്കണം? ഇല്ല. അഡ്വൈസ് ജസ്റ്റ് അഡ്വൈസ് മാത്രമാണ്, അല്ലെങ്കിൽ അതൊരു നിയമമോ അതൊരു കർശനമായിട്ട് പാലിക്കേണ്ട ഒരു കാര്യമല്ല. അഡ്വൈസ് ഇസ് ഓൺലി ജസ്റ്റ് അഡ്വൈസ്. ഓക്കെ. അതൊരു ഒപ്പീനിയൻ മാത്രമാണ്. വേണമെങ്കിൽ പ്രസിഡന്റിന് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ നിരസിക്കാം. ഓക്കെ. ഇതാണ് ഇത് നമ്മളുടെ ആർട്ടിക്കിൾ 143 പ്രകാരം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് നമ്മൾ കടമെടുത്തിരിക്കുന്നത്? കനേഡിയൻ മോഡലിൽ നിന്നാണ്. നമ്മളുടെ ലക്ഷ്മികാന്ത് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന ഭാഗങ്ങൾ ഇതൊക്കെയാണ്. എവിടെ നിന്നൊക്കെയാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തിരിക്കുന്നത്? അതിൽ പറയുന്ന ഒരു കാര്യമാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഈസ് ടേക്കൺ ഫ്രം, അല്ലെങ്കിൽ ഇൻസ്പയർഡ് ഫ്രം ദ കനേഡിയൻ മോഡൽ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കാനഡയിൽ നിന്നാണ് ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ
കടമെടുത്തിരിക്കുന്നത്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. അതായത് സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് അഡ്വൈസ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ഇല്ല. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ പഠിക്കേണ്ടിയിരിക്കുന്നത്. സോ ഇനി ഇതില് നമ്മളുടെ സുപ്രീം കോടതി അഡ്വൈസ് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത്. ഓക്കെ, മനസ്സിലായോ? സോ നമ്മൾ ഇതൊന്ന് ബ്രീഫ് ചെയ്യാം. നമ്മൾ ആർട്ടിക്കിൾ 200 കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. 200, 201 അതിൽ എന്താ സംഭവിക്കുക? അതിൽ പ്രസിഡന്റ് ഗവർണർക്ക് ഒരു അസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസെന്റ് ചെയ്യാം, ദെൻ റീകൺസിഡർ ചെയ്യാനായിട്ട് പറയാം, അല്ലെങ്കിൽ നമ്മളുടെ പ്രസിഡന്റിന് സമർപ്പിക്കാം. പ്രസിഡന്റ് റീകൺസിഡർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൺസിഡറേഷന് വേണ്ടിയിട്ട് പ്രസിഡന്റിന് സമർപ്പിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ കൃത്യമായിട്ടൊരു ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. സോ ഈ ഗവർണർ സംസ്ഥാന സർക്കാരുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ മുറുകി കഴിഞ്ഞപ്പോൾ ആര് കോടതിയിലേക്ക് പോയി? തമിഴ്നാട് കോടതിയിലേക്ക് പോയി. തമിഴ്നാടിന്റെ കോടതിയിൽ വിധി വന്നു. ഏതായിരുന്നു ആ കേസിലോ? ദ ഗവൺമെന്റ് ഓഫ് തമിഴ്നാടു വെസസ് ദ ഗവർണർ ഓഫ് തമിഴ്നാടു, 2023 കേസ്. അതിൽ എന്ത് പറഞ്ഞു? മിനിമം പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് എത്രയാണ്? പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അവിടെ. നിങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ നിയമങ്ങൾ എടുത്തിരിക്കണം. 3 മാസത്തിനുള്ളിൽ ഒരു ബില്ല് പാസ്സാക്കിയിരിക്കണം. അത് ആര്? ഗവർണറും പ്രസിഡന്റും പാസ്സാക്കിയിരിക്കണം. സോ പ്രസിഡന്റ് ആർട്ടിക്കിൾ 143 പ്രകാരം ചോദ്യം ചോദിച്ചു. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ പ്രകാരം നമ്മളുടെ സുപ്രീം കോടതിയോട് അഡ്വൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് 14 പോയിന്റുകൾ പറഞ്ഞു. 14 ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ ചോദ്യങ്ങൾ പ്രകാരം എന്തായിരുന്നു? അതായത് നിങ്ങൾ എന്ത് അധികാരത്തിന്മേലാണ് ഈ പ്രസിഡന്റിനും ഗവർണർക്കും ആർട്ടിക്കിൾ 200-ലും 201-ലും പറയുന്ന ടൈം ലിമിറ്റിനെ ലംഘിച്ചത് എന്നുള്ളതാണ് മേജർ ആയിട്ടുള്ള ചോദ്യം. നിങ്ങൾക്ക് 142 പ്രകാരം അതൊരു ക്രിറ്റിസിസം ആയിട്ടല്ല ചോദിച്ചത്, ഒരു അഡ്വൈസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചോദിച്ചത്. ക്രിറ്റിസിസം ആയിട്ട് ചോദിച്ച ചോദ്യമല്ല, പകരം അഡ്വൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഇനി ഈ അഡ്വൈസിന് മേലെ ഇവര് ഒരു റിപ്ലൈ കൊടുക്കും. ആർക്ക്? നമ്മളുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് റിപ്ലൈ കൊടുക്കും. അത് ബൈൻഡിങ് ആയിരിക്കുമോ? അല്ല, അത് ബൈൻഡിങ് അല്ല. പ്രസിഡന്റിന് വേണമെങ്കിൽ അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിരസിക്കാം. ഇതാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നീ എക്സാമ്പിൾസ് പറഞ്ഞേ. ഏതാണ് ഒരു എക്സാമ്പിൾ? കേരളത്തിലുണ്ട് എക്സാമ്പിൾ. കേരള എഡ്യൂക്കേഷൻ ബില്ല് 1957, ആ ഒരു എക്സാമ്പിൾ ഉണ്ട്. ദെൻ വേറെ ഏതാണ്? ബെറുബാരി യൂണിയൻ റിലേറ്റഡ് ആയിട്ടൊരു എക്സാമ്പിൾ ഉണ്ട്. ദെൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞേ. നമ്മളുടെ ബാബരി മസ്ജിദുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു എക്സാമ്പിൾ ഉണ്ട്. ബാബരി മസ്ജിദിന്റെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ പ്രകാരം 143 പ്രകാരം ചോദ്യം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞേ? സുപ്രീം കോടതി പറഞ്ഞു ഇത് പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റിയോ അല്ലെങ്കിൽ പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ കമനൻസോ റിലേറ്റഡ് ആയിട്ടുള്ളതൊന്നുമല്ല. സോ അത് കാരണം ഞങ്ങളിപ്പോ ഇതിൽ അഭിപ്രായം പറയുന്നില്ല എന്ന് ആര് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു. സോ ഇതാണ് ഈ ഒരു ഡിസ്കഷൻ ഓൾ അബൌട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ.